ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ റേഡിയൻസ്, സെക്ടേഴ്സ് എന്നിവ ജിയോജിബ്ര ഉപയോഗിച്ച് പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയലിന്റെ ലക്ഷ്യം ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിനെ കുറിച്ചും അതിൽ കമാൻഡ്സ് എങ്ങനെ കൊടുക്കാം എന്നത് റേഡിയൻസ് എന്നതിൽ പഠിക്കുകയാണ്. ജിയോജിബ്രയുടെ തുടക്കക്കാർ സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ജിയോജിബ്ര, ആംഗിൾസ് ആൻഡ് ട്രയാംഗിൾസ് ബേസിക്സ് എന്നിവ കാണുക. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ഉബുണ്ടു പതിപ്പ് 10.04 LTS, ജിയോജിബ്ര പതിപ്പ് 3.2.40 എന്നിവ ഉപയോഗിക്കുന്നു. ഈ പാഠത്തിൽ ഒരു റേഡിയൻ എന്താണെന്നും എങ്ങനെ വരയ്ക്കാമെന്നും പഠിക്കുന്നു. ഒരു ആർക്കിന്റെ നീളം, അതിനു കീഴെയുള്ള കോൺ എന്നിവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നു. ഒരു വൃത്തപാദത്തിന്റെ വിസ്തീർണം കണക്കുകൂട്ടി പൂർത്തിയാക്കുക. ഇനി പറയുന്ന ജിയോജിബ്ര ടൂളുകൾ ഉപയോഗിക്കുന്നു. സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ്, സർക്കുലർ ആർക്ക് വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 points, സെഗ്മെന്റ് ബിറ്റ്വീൻ 2 points. ഡ്രോയിംഗ് കമാൻഡുകൾ മറ്റൊരു വഴിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ജിയോജിബ്ര വിൻഡോയിൽ ഇപ്പോൾ സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ ആഴത്തോടു കൂടി ഒരു വൃത്തം വരച്ചു. സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് എന്ന് ക്ലിക്ക് ചെയ്യുക. കേന്ദ്രം തുടക്കത്തിലും 5 സെന്റിമീറ്റർ ആഴത്തിലും. ഞാൻ ഇപ്പോൾ 2 പോയിന്റുകൾ B, C എന്നിവ വൃത്തത്തിൽ അടയാളപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ആർക്ക് പൂർത്തീകരിക്കണം. ഞാൻ ഒരു ആർക്ക് വരയ്ക്കുവാൻ സർക്കുലർ ആർക്ക് വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 points എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കേന്ദ്രം A, B, C എന്നിവ ക്ലിക്ക് ചെയ്യുന്നു. ഈ ആർക്ക് പൂർണ്ണമാകുന്നു. ദൂരം, അതായത് D = 5.83 യൂണിറ്റ് നീളം ആണ് എന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ആർക്ക് ഇല്ലാതാക്കി മറ്റൊരു രീതിയിൽ നിർമ്മിക്കാവുന്നതാണ്. ഇൻപുട്ട് ബാറിൽ കമാൻഡ് നൽകി നിർമ്മിക്കാം. ഈ ചതുരാകൃതിയിലുള്ള ബോക്സ്, ഇതാണ് ഇൻപുട്ട് ബാർ. ഇൻപുട്ട് ബാറിന് സമീപം 3 ഡ്രോപ്പ് ഡൗൺ ബോക്സുകൾ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുവാൻ ചില പാരാമീറ്ററുകൾ നിർവചിക്കാവുന്നതാണ്. ഇതാണ് കമാൻഡ് കീ. ഇവിടെ ജിയോജിബ്ര വിൻഡോയിൽ ഡ്രോയിങ്ങുകൾ പൂർത്തിയാക്കുവാൻ ഇതിൽ കഴിയും. ഇപ്പോൾ ഞാൻ ആർക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എനിക്ക് ഈ കമാൻഡ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് ഇവിടെയും ഡ്രോപ്പ് ഡൗൺ ബോക്സിലും കമാൻഡ് പരിശോധിക്കാനാകും. ഞാൻ ആർക്ക് ക്ലിക്ക് ചെയ്യുന്നു. കമാൻഡ് സ്ക്വയർ ബ്രാക്കറ്റുകൾക്കുള്ളിൽ ദൃശ്യമാകുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്ക്വയർ ബ്രാക്കറ്റുകളുടെ മധ്യത്തിൽ ക്ലിക്ക് ചെയ്ത് എന്റർ അമർത്തിയാൽ ഈ കമാൻഡ് സിന്റാക്സ് ഇവിടെ ദൃശ്യമാകുന്നു. ഇപ്പോൾ ആർക്കിനു വേണ്ടി ഉപയോഗിക്കുന്ന സിന്റാക്സ് വൃത്തത്തെയും 2 പോയിന്റുകളെയും നിർവചിക്കുന്നതാണ്. വൃത്തത്തിന്റെ പേര്, ആർക്കിനടുത്ത് നാം ആഗ്രഹിക്കുന്ന 2 പോയിന്റുകൾ എന്നിവ നിർവചിക്കാം. ആൾജിബ്ര വ്യൂവിൽ വൃത്തത്തിന്റെ പേര് ലോവർ കേസ്, അതായത് സ്മോൾ c, എന്നാൽ ആർക്ക് വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ B, C എന്നിവ അപ്പർ കേസിൽ ആണ്. ഞാൻ ഇവിടെ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്മോൾ c, ക്യാപിറ്റൽ B, C എന്നിട്ട് എന്റർ അമർത്തുക. ജിയോജിബ്ര കേസ് സെൻസിറ്റീവ് ആണ്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് ഈ ആർക്കിന്റെ നിറം, കനം എന്നിവ മാറ്റാം. കളറിൽ പോയി ചുവപ്പ് കൊടുക്കുന്നു. സ്റ്റൈലിൽ പോയി അതിന്റെ കനം വർദ്ധിപ്പിക്കുന്നു. ആർക്ക് ഇപ്പോൾ ചുവന്ന് കട്ടിയുള്ളതായി ദൃശ്യമാകുന്നു. ഇപ്പോൾ 2 ലൈൻ സെഗ്മെന്റുകൾ AB, AC എന്നിവ വരയ്ക്കുന്നു. ഞാൻ വീണ്ടും ഇത് 2 വഴികളിൽ ചെയ്യുന്നു. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 pointsൽ ക്ലിക്ക് ചെയ്ത് AB എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇത് സെഗ്മെന്റ് AB പൂർത്തിയാക്കുന്നു. നമുക്ക് ഇൻപുട്ട് ബാറിൽ സെഗ്മെന്റിനു വേണ്ടി ഒരു കമാൻഡ് നൽകാം. സെഗ്മെന്റ് AC പൂർത്തിയാക്കുവാൻ സെഗ്മെന്റ് ബ്രാക്കറ്റിനുള്ളിൽ AC എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആർക്ക് BC പൂർത്തിയാക്കി. സെഗ്മെന്റുകൾ AB, AC, വൃത്തപാദം BAC എന്നിവ വരച്ചു. ആർക്ക് BCക്ക് താഴെയുള്ള കോൺ A, കോൺ ആൽഫ എന്ന് വിളിക്കുന്നു. നാം ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നും അത് തിരഞ്ഞെടുക്കുന്നു. കോണിനു വേണ്ടിയുള്ള കമാൻഡ്
ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ സി ആണ്. ആംഗിൾസ് ഇൻ ജിയോജിബ്ര എന്നതിൽ നിർവചിച്ചതുപോലെ സാധാരണയായി ആംഗിൾ കൺവെൻഷൻ പേരെടുത്ത് പിന്തുടരുന്നു. ആൽഫയുടെ മൂല്യം ശ്രദ്ധിക്കുക. ഇവിടെ കേന്ദ്രത്തിലുള്ള ആർക്ക് 66.78 ഡിഗ്രി ആണ്. ഒരു റേഡിയൻ എന്നാൽ കേന്ദ്രത്തിന് താഴെയുള്ള കോൺ, അതായത് ഈ കോൺ ഉണ്ടാക്കുന്ന ആർക്കിന്റെ നീളവും വൃത്തത്തിന്റെ ആരവും തുല്യമായിരിക്കും. കോണിന്റെ യൂണിറ്റ് റേഡിയൻസിലാണ് നിർവചിക്കുന്നത് എങ്കിൽ ഓപ്ഷൻസ് എന്നതിൽ പോയി ആംഗിൾ യൂണിറ്റ് എന്നത് റേഡിയൻസ് ആക്കി മാറ്റേണ്ടതുണ്ട്. ആൽഫയുടെ മൂല്യം ഇപ്പോൾ 1.17 റേഡിയൻസ് ആണ് എന്ന് കാണാം. ഇപ്പോൾ ആർക്കിന്റെ നീളം ഒരു റേഡിയൻസ് ആക്കി മാറ്റുന്നു. ആർക്കിന്റെ നീളം d സമം 5 യൂണിറ്റും ആൽഫ, അതായത് കേന്ദ്രത്തിന് താഴെയുള്ള കോണിന്റെ മൂല്യം ഒരു റേഡിയൻസും ആണ്. നമ്മൾ 1 റേഡിയൻസ് നിർവചിച്ചിരിക്കുന്നത്, അതായത് കേന്ദ്രത്തിന് താഴെയുള്ള കോൺ, ആർക്കിന്റെ നീളം, വൃത്തത്തിന്റെ ആരം എന്നിവ തുല്യമാകുമ്പോൾ. ഒരു റേഡിയൻ എന്നതിന്റെ മൂല്യം ഡിഗ്രിയിൽ എന്താണ്? ഞാൻ അല്പം സൂം ചെയ്യുന്നു. ഇപ്പോൾ ഈ അർദ്ധവൃത്തത്തോടു കൂടി നീളം മാറ്റട്ടെ. ഇവിടെ ആർക്കിന്റെ നീളം പൈ എ ആണ്. എ എന്നത് വൃത്തത്തിന്റെ ആരം ആണ്. അതിനു മുൻപ് ഞാൻ കോൺ യൂണിറ്റ് ഡിഗ്രീസ് ആക്കി മാറ്റുന്നു. എന്തെന്നാൽ നമ്മൾ ഒരു റേഡിയൻസിന്റെ മൂല്യം ഡിഗ്രിയിൽ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കിന്റെ നീളം എന്നത് പൈ എ, അതായത് ഒരു അർദ്ധവൃത്തം ആണ് എന്ന് ശ്രദ്ധിച്ചു. ആൽഫയുടെ മൂല്യം 180.21 ഡിഗ്രി ആണ്. ഞാൻ ഈ വൃത്തം പൂർത്തിയാക്കുകയാണെങ്കിൽ ആൽഫ എന്ന കോൺ ഏകദേശം 360 ഡിഗ്രി ആയിരിക്കും എന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു റേഡിയൻസ് എന്നതിന്റെ മൂല്യം 57.32 ഡിഗ്രി ആണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ആർക്കിന്റെ നീളം, വൃത്തത്തിന്റെ ആരം, താഴെയുള്ള കോൺ എന്നിവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. മറ്റൊരു കോൺ തീറ്റയുടെ മൂല്യം റേഡിയൻസിൽ കാണും. തീറ്റയുടെ മൂല്യം കണ്ടുപിടിക്കുന്നത് ആൽഫയുടെ മൂല്യം 57.32 കൊണ്ട് ഹരിച്ചാണ്. അതായത് ആൽഫയുടെ മൂല്യം ബൈ 57.32. ശ്രദ്ധിക്കുക, തീറ്റയുടെ മൂല്യം യഥാർത്ഥത്തിൽ കോണിന്റെ മൂല്യം റേഡിയൻസിൽ ആണ് എന്നതാണ്. എന്നിരുന്നാലും ഫോർമാറ്റിംഗ് വിഷമകരമായതുകൊണ്ട് ഇതിന്റെ പ്രതീകം ഡിഗ്രി എന്ന് കാണുന്നു. നാം തീറ്റ ഉപയോഗിക്കുന്നത് തുടരുകയും ചെയ്യുന്നു. കോൺ യൂണിറ്റ് റേഡിയൻസിലാക്കി മാറ്റുന്നില്ല, കാരണം നമുക്ക് ആർക്കിന്റെ നീളവും താഴെയുള്ള കോണും ഉപയോഗിച്ച് ഒരു ഫോർമുല വിശദീകരിക്കണം. ഫോർമാറ്റിംഗ് വൈഷമ്യം മൂലം ഈ ഫോർമുല ഈ വഴിയിൽ മാത്രമേ വിശദീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആർക്കിന്റെ നീളവും താഴെയുള്ള കോണും തമ്മിലുള്ള ഫോർമുല വിശദീകരിക്കുവാൻ പുതിയ ജിയോജിബ്ര വിൻഡോയിൽ ടെക്സ്റ്റ് ചേർക്കുന്നു. പുതിയ ടെക്സ്റ്റുകൾ ചേർക്കുന്നതിനായി ആംഗിൾസ് ആൻഡ് ട്രയാംഗിൾസ് ബേസിക്സ് എന്ന ട്യൂട്ടോറിയൽ കാണുക. ഇപ്പോൾ ഞാൻ ആർക്കിന്റെ നീളം മാറ്റുമ്പോൾ തീറ്റയുടെ മൂല്യം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ ആർക്കിന്റെ നീളവും താഴെയുള്ള കോണും തമ്മിലുള്ള ബന്ധം d സമം r തീറ്റ എന്നാകുന്നു. ഇവിടെ d എന്നത് ആർക്കിന്റെ നീളവും r എന്നത് വൃത്തത്തിന്റെ ആരവും തീറ്റ എന്നത് കേന്ദ്രത്തിന് താഴെയുള്ള കോൺ റേഡിയൻസിൽ ആണ്. ഇപ്പോൾ നമുക്ക് പഠിച്ച വിവരങ്ങൾ
ദൃഢമാക്കുന്നതിനു വേണ്ടി ഈ അസൈൻമെന്റ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഉപയോഗിച്ച് വൃത്തപാദത്തിന്റെ വിസ്തീർണം ഏരിയ ഈക്വൽ ടു ഹാഫ് a സ്ക്വയർ തീറ്റ എന്നത് ആയിരിക്കും എന്ന് ഇവിടെ കാണിക്കുക. ഇവിടെ r എന്നത് ആരം, തീറ്റ എന്നത് കേന്ദ്രത്തിലുള്ള കോൺ റേഡിയൻസിൽ, ഏരിയ ഈക്വൽ ടു ഹാഫ് a സ്ക്വയർ തീറ്റ. ഈ അസൈൻമെന്റ് പൂർത്തിയാക്കുവാൻ ഒരു ചെറിയ സൂചന: വൃത്തത്തിന്റെ 1/4 വിസ്തീർണം താരതമ്യം ചെയ്യുക. ഈ അസൈൻമെന്റ് ഇങ്ങനെ കാണപ്പെടും. ഇവിടെ വൃത്തത്തിന്റെ 1/4 താരതമ്യം ചെയ്ത് ഇവിടെ ഈ വൃത്തപാദത്തിന്റെ വിസ്തീർണം കണക്കാക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ICT, MHRD തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഇവിടെ കാണാം. ഈ ജിയോജിബ്ര ട്യൂട്ടോറിയലിൽ പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.